ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം പുറത്ത് നല്ല അടിപൊളി മഴ നടക്കുക കേട്ടോ. അപ്പം നമുക്കൊരാഗ്രഹം ഒരിച്ചിരി അരിയുണ്ട ഉണ്ടാക്കിയാലോ. അപ്പം ഞാൻ അതിനുള്ള കുത്തിരി വറുത്തുകൊണ്ടിരിക്കുവാണേ. അതുകൊണ്ട് ഇവിടെ ഞാനാണെങ്കിൽ ഒരു ഉണ്ട ശർക്കരയാണെങ്കിൽ ഉരുകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, ഉരുക്കിയെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ അരിയൊക്കെ വേണ്ട പൊട്ടി മൂത്ത് വരുന്നുണ്ട് കേട്ടോ. നല്ലതായിട്ട് കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കണം നല്ലതായിട്ട്. നമ്മുടെ ശർക്കര വേണ്ട ഇവിടെ പാനിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് അരിയെല്ലാം നല്ലതായിട്ട് കഴുകി തോർന്നിട്ടായിരുന്നു ഇത് വറക്കാനിട്ടത്. ഇതെല്ലാം വറുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം വേണ്ട നമ്മുടെ അരി ഇവിടെ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനി തീ നിർത്തിയിട്ട് ആറിക്കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാവേ. മിക്സിയുടെ ജാറ് നമ്മൾ നല്ലതായിട്ട് കഴുകി തോർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അരി പൊടിയുമ്പോൾ ഇതിൻ്റെ വക്കിനെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കുന്ന നനവുണ്ടെങ്കിൽ. അപ്പം നമുക്ക് അരി പൊടിച്ചെടുക്കാം. അപ്പോൾ അതിനേക്ക് എനിക്കിവിടെ ഏലക്കാപ്പൊടി ഇല്ലായിരുന്നു, ഞാനിപ്പോൾ 2 ഏലക്ക ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അരി ഇട്ട് കൊടുക്കുവാണേ. നമുക്കിനി ഇത് കുറേശ്ശെ പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് അരി വറുത്ത ചട്ടിയിലേക്ക്, ഞാനാണെങ്കിൽ അരി കുറച്ച് ഞാൻ പൊടിച്ച് വെച്ചേ, കാരണം ഉരുളി വേണമായിരുന്നു അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇനി നമുക്കൊരു ശകലം നെയ്യിട്ട് കൊടുത്തിട്ട് തേങ്ങ വറുത്തെടുക്കാവേ. ഇനി നമുക്കൊന്ന് ചെറുതായിട്ട് ഒത്തിരി അങ്ങ് മൂത്ത് പോകല് തേങ്ങ, ഇതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കാവേ. അപ്പം വേണ്ട നമ്മുടെ തേങ്ങയൊന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. കുറച്ച് അരിയും തേങ്ങയും കൂടെ ഞാൻ ഇനിയും പൊടിച്ചെടുക്കുവാണേ. നമ്മൾ ഉണ്ട പിടിക്കാതാണെങ്കിൽ ഇങ്ങനെ അരിക്കാനും നല്ല രുചിയായിട്ടോ. ഇച്ചിരി ശർക്കര ചിരകിയിട്ടോ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാനും സൂപ്പറാണ്. ഇനി നമുക്കിത് ഉരുളിയിലേക്ക് മാറ്റാവേ. അപ്പോൾ അതുകൊണ്ട് ഞാനിതെല്ലാം കൂടെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ശകലം ഉപ്പുപൊടിയും ജീരകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാവേ. ഇതിലേക്ക് ഇനി ഒരു നുള്ളു ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം, ജീരകപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഇനിയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് മെയിൻ ഒരു സാധനമായിരുന്നു നമ്മുടെ ചുക്കുപൊടി കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിലില്ലായിരുന്നു. ഉള്ളവരൊക്കെ അതും കൂടെ ഒന്ന് ഇട്ട് ഉണ്ടാക്കി നോക്കണേ, സൂപ്പർ ടേസ്റ്റാണ്. ഇതിലേക്ക് ഇനി നമുക്ക് ശർക്കര ഉരുക്കി വെച്ച് ഒഴിച്ച് കൊടുക്കാമേ. നമുക്ക് ഇനി ഒന്ന് ഇത് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ വേണ്ട ഞാൻ മാവുണ്ട ഉരുട്ടിയിട്ട് മാവുണ്ടയല്ല അരിയുണ്ട ഉരുട്ടിയിട്ട് വേണ്ട ഇച്ചിരി അരിപ്പൊടി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ വെക്കാനായിട്ട്, ഒന്ന് കോട്ടിങ്ങായിട്ട് വെക്കാൻ. ചെറിയ ഉണ്ടകളൊക്കെ ആമി പിടിക്കുന്ന ഉണ്ടകളാണ്. അപ്പോൾ ഇത് മൊത്തം ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് കാണാമേ. അപ്പം നമ്മുടെ വേണ്ട അടിപൊളി അരിയുണ്ട ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ, സൂപ്പറായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ഉറപ്പൊക്കെ ഉള്ളതായിട്ട്. പക്ഷേ മറ്റേതെനിക്ക് ഒത്തിരി, ഇപ്പം ഞാൻ വിചാരിച്ചതിലേറെ അരിയുണ്ട എനിക്ക് കിട്ടി കേട്ടോ. അപ്പം നമുക്ക് കാപ്പിയുടെ കൂട്ടത്തിൽ കഴിക്കാം, അടിപൊളി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാൻ മറക്കല്ലേ. ബായ്.